അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹമുള്ളവരെ, ഞങ്ങൾ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ 26-ാം വർഷത്തെ 7-മത്തെയും 8-മത്തെയും ബാച്ച് 83 പേര് ഞങ്ങൾ വിശുദ്ധ മക്കയിൽ വന്ന് ഉംറകളൊക്കെ ചെയ്ത് മദീനയിൽ തിരക്കൊഴിഞ്ഞ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഇടയ്ക്കൊരു 3 ദിവസത്തേക്ക് വേണ്ടി വന്നു. എന്നിട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ മക്കത്തേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കമാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ വാതിൽക്കൽ 2 ബസ്സുകൾ വന്നു. ഞങ്ങൾ 83 പേര് 2 ബസ്സുകളിലായിട്ട് പ്രവേശിച്ചു. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടുകയാണ്. നമുക്ക് മറ്റൊരു ഭാഗ്യമുള്ളത്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ ഇഹ്റാം ചെയ്ത മീഖാത്ത് ദുൽഹുലൈഫ, അബിയാർ അലി, ബിർ അലി എന്നൊക്കെ പറയുന്ന മദീനയുടെ അതിർത്തി പ്രദേശത്തിലുള്ള, ഹറമിൻ്റെ അതിർത്തി പ്രദേശത്തിലുള്ള മീഖാത്ത് മസ്ജിദിൽ പോയി ഇഹ്റാം ചെയ്ത് മക്കത്തേക്ക് എത്തുവാനുള്ള ഒരു ഭാഗ്യം കൂടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അള്ളാഹു നമ്മളെയും നിങ്ങളെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. 1-മത്തെ ബാച്ചിൻ്റെ ലീഡറായിട്ട് ഞാൻ ഫതഹുദ്ദീൻ മൗലവി അൽ ഹസനിയും, 2-മത്തെ ബാച്ചിൻ്റെ ലീഡറായിട്ട് അമീറായിട്ട് ചമ്പാരത്തുകുന്ന് ഖത്തീബ് മുഹമ്മദ് ഷാഫി ഹുദവി അദ്ദേഹവും കൂടിയുണ്ട്. ഞങ്ങളുടെ ഇരുവരുടെയും ബസ്സുകൾ വിശുദ്ധ മദീനയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ദുആ ചെയ്യാം. ഞങ്ങളുടെ അമലുകൾ ഖബൂലാവാൻ വേണ്ടി നിങ്ങളും കൂടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെയും നിങ്ങളെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധമായ മക്ക, മദീന, ഹറമൈനിയിലേക്ക് എത്തുവാൻ പടച്ചവൻ തരുന്ന ഭാഗ്യം വലിയ ഭാഗ്യമാണ്. അള്ളാഹു അതിൽ നമ്മളെയും നിങ്ങളെയും വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി അൽഹംദുലില്ലാഹ് മീഖാത്ത് ദുൽഹുലൈഫയിലേക്ക് എത്തുകയാണ്. ഇതാ കാണുന്ന പള്ളിയാണ് മീഖാത്ത് ദുൽഹുലൈഫ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്നാണ് ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ ഇഹ്റാം ചെയ്തത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് 25 വർഷമായിട്ട് എല്ലാ വർഷത്തെയും ഹജ്ജിന് അൽഹംദുലില്ലാഹ് ഈ മീഖാത്ത് മസ്ജിദിൽ വന്നിട്ടാണ് ഹജ്ജിന് ഹാജിമാരെ കൊണ്ട് ഇഹ്റാം ചെയ്യിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ഇഹ്റാം ചെയ്യുവാൻ പറ്റുന്ന സുന്ദരമായ നല്ല സുഖകരമായ സാഹചര്യമാണ് സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ബസ് അല്പം ദൂരെയായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മീഖാത്ത് മസ്ജിദിലേക്ക് ഇങ്ങനെ പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ആ മണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹത്തായ സ്വഹാബത്തുകളുടെയും പിന്നെ താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളുടെ പാദസ്പർശനമേറ്റ് മുഖരിതമായ പുണ്യമണ്ണിലൂടെ നടക്കുവാൻ പടച്ചവൻ നമുക്ക് തരുന്ന തൗഫീഖ് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ 83, ഞാനും കൂടി 84 പേര് അൽഹംദുലില്ലാഹ് മീഖാത്ത് മസ്ജിദിലേക്ക് ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോവുകയാണ്. ആ സമയത്തൊക്കെ മനസ്സിൽ ഒരു തേട്ടമുണ്ട്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മീഖാത്ത് മസ്ജിദിൽ വന്നിട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്തുവെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരിക്കലെങ്കിലും ഈ മീഖാത്ത് മസ്ജിദിൽ വന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് അതെല്ലാവരെയും ബോധവൽക്കരിച്ചു. അവരുടെ മനസ്സിൽ ആ ഒരു ദുആയുണ്ട്, ആ ഒരു ചിന്തയുണ്ട്, ആ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ പുണ്യമായ മണ്ണിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് മീഖാത്ത് മസ്ജിദിലേക്ക് നടന്നു പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹജ്ജിന് ഇഹ്റാം ചെയ്ത മണ്ണിലൂടെ നടക്കാൻ പടച്ചവൻ തരുന്ന ഭാഗ്യം വലിയ ഭാഗ്യമല്ലേ? അൽഹംദുലില്ലാഹ്. ഇത് കാണുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കുമൊക്കെ അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 2026 ഏപ്രിൽ 2-ാം തീയതി 2 ഫ്ലൈറ്റുകളിലായി വന്ന 83 പേരാണ് അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ അഡ്രസ്സിൽ വിശുദ്ധ മക്കയിൽ വന്ന് അമലുകൾ ചെയ്ത് 3 ദിവസം താമസിച്ച് പിന്നെ മദീനയിലേക്ക് വന്ന് അവിടെയും 3 ദിവസം താമസിച്ച് കാണേണ്ടത് കണ്ട് അറിയേണ്ടത് അറിഞ്ഞ് പഠിക്കേണ്ടത് പഠിച്ച് വീണ്ടും മക്കയിലേക്കുള്ള പുറപ്പാടിൽ ദുൽഹുലൈഫയിലേക്ക് എത്തിയിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ നിങ്ങൾ വേഗത്തിൽ പുറപ്പെടണേ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യസ്ഥിതിയും നല്ല മാനസികാവസ്ഥയും ഊർജ്ജസ്വലതയും ഉള്ള പ്രായത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും എത്തുവാനുള്ള പരിശ്രമം നടത്തണം. അതിനുവേണ്ടി പണം സ്വരൂപിച്ച് പുറപ്പെടുവാൻ തയ്യാറാവണം.
എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഹജ്ജിൻ്റെയും ഉംറയുടെയും അമലുകൾ യംഫിയാനുൽ ഫഖറ വദ്ദുനൂബ, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകലമാന തെറ്റുകുറ്റങ്ങളെയും അത് മായ്ച്ചു കളയും, കഴുകി വൃത്തിയാക്കും. വരാനിരിക്കുന്ന മരണം വരെയുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹു ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യും. ദാരിദ്ര്യം തൊട്ട് തീണ്ടുകയില്ല ഹജ്ജിൻ്റെയും ഉംറയുടെയും അമലുകൾ മഖബൂലും മബ്റൂറുമാകുമെങ്കിൽ. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്. ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പശ്ചാത്തലമൊന്ന് വിവരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 2 ബസ്സുകളിലായി വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകം കവാടങ്ങളിലൂടെ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കുവാൻ വേണ്ടി ഞങ്ങളെ അവിടുത്തെ മുത്തവ്വമാർ ഇഷാറത്ത് ചെയ്തു, അടയാളം കാണിച്ചു തന്നു. കടക്കുന്ന കവാടത്തിൻ്റെ ഇരു സൈഡുകളിലും 100 കണക്കിന് ബാത്റൂമുകളുണ്ട്. കുളിക്കുവാൻ സൗകര്യമുണ്ട്, വൊളൂ ചെയ്യുവാൻ മാത്രമുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഇരുന്നും നിന്നും വൊളൂ എടുക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ. ആ കവാടങ്ങളൊക്കെ ഞങ്ങൾ മറികടന്ന് നമ്മൾ വന്ന് വൊളൂ ചെയ്തു. അവിടുന്ന് വീണ്ടും പുറത്തേക്ക്, നമ്മുടെ ഉംറക്കാരാണ് ആ വരുന്നതൊക്കെ. അവിടുന്ന് വീണ്ടും നമ്മൾ പുറത്തേക്ക് പോകുന്നത് നമ്മൾ വിശാലമായ ഒരു ഏരിയയിലേക്കാണ്. പള്ളിയുടെ ഉള്ളിലേക്കാണെന്ന് കരുതിക്കൊണ്ട് പ്രവേശിച്ചാലും വിസ്തൃതമായ ഒരു ഏരിയയിലേക്കാണ്. ധാരാളം ഈത്തപ്പന മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ആ ഈത്തപ്പന മരങ്ങൾ ഈ പള്ളിയുടെ ഉൾഭാഗത്ത് തന്നെ സജ്ജീകരിക്കുവാൻ കൊണ്ടുപോയി നട്ട് വെച്ചിരിക്കുന്ന ആ ചെറുപ്രായം മുതൽ ഓർമ്മയുണ്ട്. മറക്കാനാവാത്ത ഒരു വിഷയം, 2023 ആണ്ടിൽ ഞങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ ഇവിടെ വരുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഈത്തപ്പന മരത്തിന് ഇതിൻ്റെ പകുതി പൊക്കമേ ഉള്ളൂ. പക്ഷേ അതിൽ മുഴുവൻ ഇടതൂർന്ന് ഈത്തപ്പഴം കായ്ച്ച് കുതറി തൂങ്ങി നിൽക്കുന്ന, അഥവാ നമ്മൾ ഒന്ന് നമ്മുടെ വായികൾ കൊണ്ട് ഈത്തപ്പഴം കടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും പൊക്കത്തിൽ. പക്ഷേ പള്ളിയുടെ ഉള്ളിൽ അത് വഖഫ് സ്വത്തായതുകൊണ്ട് നമ്മളതിലേക്ക് നോക്കുകയല്ലാതെ, ആസ്വദിക്കുകയല്ലാതെ അതിലൊന്ന് തൊട്ടു നോക്കാനോ പറിക്കാനോ തയ്യാറായില്ല. വിവരമില്ലാത്തവർ അതൊക്കെ ഒരു പക്ഷേ കൈകാര്യം ചെയ്യുമായിരിക്കാം. പടച്ചവൻ കാക്കുമാറാവട്ടെ. ഹക്കായി പാലിക്കാനും അതിൻ്റെ അതബോടെ മര്യാദയോടെ ജീവിക്കുവാനും പടച്ചവൻ തരുന്ന തൗഫീഖ് വലിയ തൗഫീഖാണ്. അങ്ങ് ദൂരെ സ്ത്രീകളുടെ വാഷ്റൂമുകളിൽ നിന്ന് അവരെ പള്ളികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ സംഘത്തിലെ പുരുഷന്മാരും വന്നിട്ട് പള്ളി എവിടെയാണ്, നിസ്കരിക്കേണ്ടത് എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് പൂർത്തീകരിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഗവൺമെൻറ് ദുൽഹുലൈഫ മസ്ജിദിൻ്റെ ഉള്ളിലുള്ള ഈത്തപ്പന വൃക്ഷങ്ങളൊക്കെ നട്ടിട്ട് അതിനെ ഭംഗിയാക്കി പരിപാലിച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം ഹജ്ജും കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേ പാകപ്പെട്ട് അത് തൂങ്ങി വലിയ കൊലയായിട്ട് താഴേക്ക് വരികയുള്ളൂ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഒരിക്കലും പൊഴിയാത്ത ഇലകളുള്ള ഏക വൃക്ഷമാണ് ഈത്തപ്പന മരം. അതൊരു വലിയ അറിവാണ്, ശ്രദ്ധിച്ചോളുക. അങ്ങനെ സുന്ദരമായി പച്ചപ്പിനെ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള പുരുഷന്മാരോടും അതേപോലെ സ്ത്രീകളോടും കയറേണ്ട വാതിലുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് ഇഹ്റാമിൻ്റെ നിസ്കാരം നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നു. വിശാലവും വിസ്തൃതവുമായ പള്ളി. വിഷയങ്ങൾ മുഴുവൻ കാണിച്ച് പറഞ്ഞു തരാൻ വേണ്ടി അവിടെ മുത്തവ്വമാർ, മന്ദൂബിങ്ങൾ നിൽക്കുന്നുണ്ട്. അവർ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ താഴെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറിയ ഒരാളോട് ആ ചെരുപ്പ് അവിടെ ഇടരുത്, അത് കയ്യിലെടുത്തുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെന്നും പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രത്യേകം ചെരുപ്പ് വെക്കാനുള്ള ഷെൽഫുകളുണ്ട്, അവിടെ കൊണ്ടേ വെക്കണമെന്നും ഉപദേശിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. ഞാനും ഒരു കയ്യിൽ ചെരുപ്പും മറു കയ്യിൽ മൊബൈലുമായിട്ട് നടന്നു നീങ്ങി. എൻ്റെ ചെരുപ്പ് ഞാനിവിടെ 82-ാം നമ്പർ ഷെൽഫിൽ വെക്കുകയാണ്. ഷെൽഫുകളിൽ ചെരുപ്പ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷെൽഫിൻ്റെ നമ്പർ ഓർമ്മ വേണം. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുവാൻ വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ട് നമ്പർ മറന്നുപോയാൽ നമ്മൾ ഓരോ ഷെൽഫുകളും പരിശോധിച്ച് നടക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് ഹജ്ജിന് മുന്നോടിയായിട്ടുള്ള സംവിധാനങ്ങളെ നന്നായിട്ട് ഈ സൗദി ഗവൺമെൻറ് സജ്ജീകരിച്ചിട്ടുണ്ട്. എത്ര ഭംഗിയാണ്, എത്ര ആസ്വാദ്യകരമാണ് ആ പള്ളിയുടെ ഉൾഭാഗം. മാഷാ അല്ലാഹ്. ഞാൻ ചെന്നു. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരൻ അവിടെ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ മൊബൈലൊക്കെ താഴെ വെച്ചിട്ട് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹ് ആണ് ഓതേണ്ടത്. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി തന്നിട്ടുള്ളത്. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പള്ളിയുടെ ഉൾഭാഗം ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി അതിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള സംഘക്കാരൊക്കെ പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് വന്നു. സാധാരണ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ ജനങ്ങളോട്, നമ്മുടെ ഉംറക്കാരോട്, ഹാജിമാരോട് കൂടി നിൽക്കാൻ പറയും. വളരെ സുന്ദരമായ ആ അന്തരീക്ഷത്തിൽ അവിടെ കൂടി നിന്ന് ഈത്തപ്പന മരത്തിൻ്റെ തണൽ കൊണ്ട് നിന്നിട്ട് ഉംറയ്ക്കാവട്ടെ ഹജ്ജിനാവട്ടെ ഇഹ്റാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വല്ലാത്ത നിയന്ത്രണമാണ്. എവിടെയും നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഈ മന്ദൂബീങ്ങൾ. കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. മംനൂ മംനൂ എന്ന് പറയും. ആ വാക്കുകൾ അവർ മനപ്പാഠം പഠിച്ച പോലെ. ഞാൻ എൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു സംഘത്തെയും കൊണ്ടൊരു ചെറിയ സെൽഫിയും ആ സ്ഥലത്തെ പരിചയപ്പെടുത്തലുമാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ സ്ത്രീകളുടെ കവാടത്തിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ പുരുഷന്മാരും പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ പോകുന്നു. എന്നെ പ്രതീക്ഷിച്ച് കാത്തു നിന്നവരാണ് എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മുത്തവാമാർ മന്ദൂബിങ്ങൾ ഓടിച്ചിട്ട് ബസ്സിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ കൂടെ നിന്നവർ എല്ലാവരും പുറത്തേക്ക് വന്നു. അവിടുത്തെ മന്ദൂബിനോട് ഒരു 5 മിനിറ്റ് ടൈം ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്നു. ഇഹ്റാമിൻ്റെ നിയത്ത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ല അവർ. പലതവണ തർക്കിച്ചിട്ട് സൗമ്യനായ ഒരു മന്ദൂബിൻ്റെ അടുക്കൽ, ഒരു അറബിയുടെ അടുക്കൽ പോയിട്ട് ഞാൻ അനുവാദം ചോദിച്ചു. എന്നിട്ട് കൂടി നിൽക്കുകയാണ്. നിയത്തിൻ്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റൊരു മുത്തവ ഓടി വന്നു. ഇവിടെ കൂടി നിൽക്കാൻ പാടില്ല, മംനൂഅ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഒച്ചപ്പാടുണ്ടാക്കി. ഞാൻ പറഞ്ഞു, ദൂരെ നിന്ന് 2-3 പേര് വരുന്നുണ്ട്, അവരും കൂടി വരട്ടെ, ഞങ്ങൾ നിയത്ത് ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഇതൊക്കെ ഈ 2026 ആണ്ടിലും തുടർന്നുള്ള വർഷങ്ങളിലും ഹജ്ജിന് വരുന്നവർക്ക് പാഠമാണ്. അമീറന്മാർക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണിത്. നമ്മൾ വെറുതെ എവിടെയെങ്കിലും കാണുന്നിടത്ത് കൂടി നിൽക്കാൻ പറ്റൂല. അവർ പറയുന്ന സഹമ അഥവാ തിരക്കാണെന്ന്. ഇവിടെ ഒരു തിരക്കുമില്ല. എല്ലാ സ്ഥലങ്ങളും വിശാലമായി ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ എങ്കിലും അവരുടെ നേതാക്കന്മാർ അവരെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് കൃത്യമായി അവർ പാലിക്കുന്നു. ഇവിടെ കൂടി നിൽക്കൽ മംനൂആണ്. നിങ്ങൾ പോവുക, ബസ്സിൽ കയറുക, ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ നിയത്ത് ചെയ്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് വളരെ കർക്കശമായ രീതിയിൽ അവർ പറയുമ്പോൾ പിന്നെ അവരെ നമ്മൾ പ്രതിരോധിച്ച് തർക്കിച്ച് നിൽക്കാമെന്നും പോയിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ അവരുടെ സംസാരത്തിന് ശക്തി കൂടുകയാണ്. നമ്മൾ അവരുടെ നേതാക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അവർ പാലിക്കപ്പെടാൻ നിർബന്ധിതരാണ്. അതുകൊണ്ട് നമ്മളെ അവിടുന്ന് ഓടിച്ചു. നമ്മൾ അവിടുന്ന് പോവുകയാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിലേക്ക്. ഒറ്റയടിപ്പാതയിലൂടെ ഇങ്ങനെ പോവുകയാണ്. മാഷാ അല്ലാഹ്. എല്ലാവരും ഇഹ്റാം നിസ്കരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പരിശുദ്ധരായ സ്വഹാബത്തുകളുടെയും പാദസ്പർശനമേറ്റ് മുഖരിതമായ ദുൽഹുലൈഫയുടെ മണ്ണിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ആ നബിതങ്ങളുടെയും സ്വഹാബത്തുകളുടെയും ത്യാഗോജ്ജലമായ ജീവിതത്തെ ഞങ്ങൾ ഓർത്തുപോയി. നമ്മുടെ 2 ബസ്സുകളാണ് കിടക്കുന്നത്. ഏതാനും പേര് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നിയത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബസ്സിൽ കയറിയവരും കൂടി പുറത്തേക്ക് വരിക, നമുക്കിവിടെ കൂടി നിന്നിട്ട് ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബസ്സിൽ കയറിയവരും കയറാൻ വേണ്ടി കാത്തു നിന്നവരുമൊക്കെ എൻ്റെ ചുറ്റുപാടും വന്ന് കൂടി നിന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് സ്വന്തം നിയത്തെടുക്കുന്നവർക്കും മരണപ്പെട്ടവർക്ക് പകരം ഉംറ ചെയ്യുന്നവർക്കും അതേപോലെ നേർച്ചയാക്കി ഉംറ ചെയ്യുന്നവർക്കുമൊക്കെ പ്രത്യേകം നിയത്ത് പറഞ്ഞു കൊടുത്തു. ഒരു ചെറിയ ദുആയും ചെയ്തുകൊണ്ട് എല്ലാവരോടും വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘക്കാരൊക്കെ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ അങ്ങനെ വിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അല്ലാഹു